ഹായ് കുട്ടികളെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ നാലുപേരും കൂടി എവിടേക്കായിരിക്കും യാത്രയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശിവൻകോവിലേക്കാണ് കേട്ടോ. അപ്പം ഞാനും ബിന്ദു ചേച്ചിയും ചിന്നുവും വിഷ്ണു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണുവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നാലുപേരും കൂടാണ് ഇന്ന് അമ്പലത്തിൽ പോകുന്നത്. കാരണം ചേച്ചി ഇന്ന് രാവിലെ അമ്പലത്തിൽ എന്തായാലും പോകുന്നെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങളും കൂടി വരാമെന്ന് വിചാരിച്ചു. ഇന്ന് ചേച്ചിയുടെ മോളുടെ ഉറപ്പിക്കൽ ചടങ്ങാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് അമ്പലത്തിലൊക്കെ വന്നത്. അങ്ങനെ നമ്മൾ കണ്ട മൊത്തം കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അപ്പം ഒഫീഷ്യൽ ഈ വഴി ഇതിലേ കൂടെ അല്ല കേട്ടോ. ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. അപ്പം ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ഞാൻ ഒരു സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചപ്പോഴാണ് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കുക്കറിൽ വെച്ചിരിക്കുവാണ് കേട്ടോ. അങ്ങനെ നാളെ ഇഡ്ഡലിയും കൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ഈ കൊല്ലത്ത് വന്നതിന് ശേഷം ട്രിവാൻഡ്രത്തെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഒരുപാട് ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചത് കേട്ടോ. ഇവിടുത്തെ അമ്മ തന്നെയാണ് കേട്ടോ അതിൻ്റെ ക്രെഡിറ്റ് ഫുൾ. ഇപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കാപ്പിയും നമ്മൾ ചമ്മന്തിയും കൂടെ ഇഡ്ഡലിയുടെ കഴിക്കാൻ വേണ്ടി അരച്ച് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇഡ്ഡലിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ലപോലെ കഴിക്കും, ചമ്മന്തി സാമ്പാറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇഡ്ഡലിയുടെയും സാമ്പാറിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടാം. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ അമ്മ കുറേ നാളോട് കുറേ വീഡിയോ ഒക്കെ ഇടാന്ന് പറഞ്ഞിട്ട് ഒന്നും ഇട്ടില്ലല്ലോ എന്ന്. അപ്പം ഞാൻ എല്ലാം ഇനി അങ്ങോട്ട് കറക്റ്റായിട്ടൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി അങ്ങോട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാഞ്ഞത്. അപ്പോൾ ഏട്ടനും നട കുളിച്ച് റെഡിയായിട്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ ചടങ്ങിന് പോകാനൊക്കെ ആയിട്ട്. ഇവിടെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആണുങ്ങൾ മാത്രമേ ഉറപ്പിക്കൽ ചടങ്ങിന് അങ്ങനെ പോകാറുള്ളൂ കേട്ടോ. പെണ്ണുങ്ങൾ അങ്ങനെ പോകാറില്ല. നിങ്ങളുടെ അവിടെയും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ. അങ്ങനെ താണ്ടെ എല്ലാവരും കൂടി കാറിലൊക്കെ ഉറപ്പിക്കൽ ചടങ്ങിന് പോവുകയാണ്. അപ്പം അനന്തുവിൻ്റെ വീട്ടിലെത്തി. അനന്തുവാണ് കേട്ടോ വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്നത്. അപ്പം താണ്ടെ അനന്തു അവരുടെ മാമനാണ് ആ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം അനന്തുവിൻ്റെ മാമനും ടിൻറ്റുവിൻ്റെ മാമൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പം രണ്ടാളും കൂടിയാണ് ഉറപ്പിക്കുന്നത്. എൻ്റെ കാലൊരു ആക്സിഡൻറ്റ് പറ്റി ചെറിയൊന്ന് ഫ്രാക്ചറായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ മുടങ്ങുന്ന പോലെ കേട്ടോ. അങ്ങനെ ഏട്ടാ എല്ലാവരോടും ഉറപ്പിക്കാനൊക്കെ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ വെറ്റിലേക്ക് വെച്ചിട്ട് അങ്ങനെ കൈമാറുവാണ് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം കൈമാറി ഉറപ്പിക്കാനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അതിനിടയ്ക്ക് അനന്ത് ഭയങ്കര ബഹുമാനപൂർവ്വം കാലൊക്കെ തൊട്ട് തൊഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും മാമൻ്റെ കാലും ഏട്ടൻ്റെ കാലും ഒക്കെ തൊട്ട് തൊഴുതി പ്രാർത്ഥിച്ച് അങ്ങനെ എന്തായാലും സംഭവമൊക്കെ നല്ല അടിപൊളിയായി ഉറപ്പിക്കൽ ചടങ്ങൊക്കെ നല്ലപോലെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചു വീട്ടിൽ വന്നു. അതിനുശേഷം ഞാനും ടിൻറ്റുവും ചിന്നുവും കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ടിൻറ്റുവിൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പെരേപ്പാഡൻസിൽ എൻഗേജ്മെൻറ്റ് മോതിരത്തിൻ്റെ ഓർഡറൊക്കെ കൊടുക്കാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പായിട്ട് എൻഗേജ്മെൻറ്റ് വീട്ടിൽ കയറിയിട്ടാണ് കേട്ടോ പോയത്. ഞാനെന്തായാലും ഒറ്റയ്ക്കല്ല കേട്ടോ, ചിഹ്നവും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഈ ആളുകളെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഗെയ്സ്. നമ്മളപ്പോൾ വിളിക്കാത്ത സദ്യക്ക് പോയതൊന്നുമല്ല, ഈ കുട്ടി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി വരണേം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനും കൂടി പോയത്. ചിന്നുവിനെ ബട്ട് വിളിച്ചിട്ടില്ല ഗെയ്സ്. എന്ത് ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ ഇതാണ്ട് ഫുഡ് കഴിക്കാനൊക്കെ വന്നു കേട്ടോ. ഫുഡ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ, സീ യു ഗൈസ്.